ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുബാനോസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെമ്മീൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണേണ്. അതിൻ്റെ തല പോർഷനും വാൽ പോർഷനും ഒന്നും കളയാണ്ട് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കണേണ്. അപ്പോൾ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ബാക്കി. അപ്പോൾ ഫുള്ളായിട്ട് കാണിക്കണില്ല ക്ലീൻ ചെയ്യണത്. അപ്പോൾ ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് കുറച്ച് പോർഷൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം തന്നെ മിക്സ് ചെയ്യണേണ്. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് എല്ലായിടത്തും ഒന്ന് ചെമ്മീൻ മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവർ അടച്ച് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെച്ച് ഇനി ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണേണ്. ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കഴുകിയിട്ട് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സവോളയൊക്കെ. അപ്പോൾ ഒരു 3 സവോളയാണ് എടുത്തേക്കണം. മീഡിയം സൈസ് ആയതുകൊണ്ട് കുഞ്ഞു സവോളയാണെല്ലാം. അപ്പോൾ എടുത്തേക്കണം. അപ്പോൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ബേബി ടൊമാറ്റോസ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് എടുക്കണേണ് കേട്ടോ. ടൊമാറ്റോ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ചെറിയൊരു കഷ്ണം മതി ഇഞ്ചി. വെളുത്തുള്ളി നമ്മളിതിൽ ഇടുന്നില്ല, ഇഞ്ചി മാത്രമേ ഇടുന്നുള്ളൂ. പച്ചമുളകാണെങ്കിൽ നടുക്കുന്ന് കീറിയിട്ട് അതും എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയുടെ ഒരു ചെറിയ പീസും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പിടാൻ മറന്നു. അപ്പോൾ ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കുന്നുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ആ ചെമ്മീൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ട്രിപ്പായിട്ട് ഒന്നും എടുക്കണില്ല, ഒരുമിച്ച് തന്നെ ഇടുന്നതാണ്. അപ്പോൾ ഫുള്ളായിട്ട് ആ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണില്ല, അപ്പോൾ ഒരു റോസ്റ്റ് പോലെയാണ് ചെയ്യണത്. അപ്പോൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്ത് അപ്പോൾ നന്നായിട്ട് ചെമ്മീൻ അധികം കുക്ക് ചെയ്യാനായിട്ട് അധികം സമയം വേണ്ട, അതുകൊണ്ട് പെട്ടെന്ന് കുക്കായിക്കോളും. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. സവോളയും പച്ചമുളകും അതിലേക്ക് തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഗ്രേവി നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സവോള ഇട്ടാൽ മതി, ഒന്ന് ഗ്രേവി ഉണ്ടാവും. പിന്നെ ഇഞ്ചി ചതച്ചത് അതും കൂടി ഇട്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇട്ട് ഇനി അതിലേക്ക് തക്കാളിയാണ് ഇടുന്നത്. തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കണമെങ്കിൽ കുറച്ചൊരു അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ ഓപ്പണായിട്ട് തന്നെ വെച്ചിട്ടാണ് വേവിച്ചത് കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ടില്ല, കുറച്ച് നേരം കൂടി തീയിൽ കിടക്കണം, എന്നാൽ കുറച്ച് നേരം കൂടി വേകും. That's all. Bye. Thank you.